തൂൺ ഇളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. കോന്നി ആനക്കൂടിലാണ് അപകടമുണ്ടായത്. അടൂർ കടമ്പനാട് സ്വദേശി അഭിറാമാണ് മരിച്ചത്. കോൺക്രീറ്റ് തൂണിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കവേ അത് പിഴുത് വീഴുകയായിരുന്നു. കുഞ്ഞിൻ്റെ തള്ള അവിടെ മാറി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞ് എൻ്റെ അടുത്ത് എണീച്ച് തള്ള എടുത്തോട്ട് പോയി. അപ്പോൾ ആ സൈഡിലൊരു കോൺക്രീറ്റ് തൂണുണ്ടായിരുന്നു, 2-3-4 ഉണ്ട്. ആ തൂണെ പിടിച്ച് കുഞ്ഞിങ്ങനെ ഞാലി പിടിച്ചോണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് തൂണ് പിടിഞ്ഞ് പോരുന്നു. കുഞ്ഞിൻ്റെ തലയെ വന്ന് വീണു. അപ്പോഴേ കൊച്ചിൻ്റെ തള്ളയോട് ഫോൺ കുഞ്ഞിനെ എൻ്റെ മോനൊന്നും പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോഴേ ബ്ലഡ് കുറേ അങ്ങ് പോയി, ഒരുപാട് അങ്ങ് ബ്ലഡ് പോയി, ഇവിടെ കുറേ മുറിവായി. അപ്പോഴേ കുഞ്ഞിൻ്റെ ബോധം അങ്ങ് പോയി. അങ്ങനെ ഓടി അവിടെ ഒരുപാട് കിടന്ന് വിളിച്ചിട്ട് കൂടെ വന്നവരൊക്കെ അങ്ങ് അകലെ നിന്ന് ചെയ്തു ഓടി. പിന്നെ അവരുടെ ഹോസ്പിറ്റലിലോട്ട് അങ്ങ് കയറ്റി ചെയ്തു. കോന്നി ആനക്കൂട്ടിലെ 3D തിയേറ്ററിന് മുൻവശത്ത് മുൻപ് വേലിക്കല്ലായി സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് തൂണുകളിൽ ഒന്നാണ് അടർന്ന് കുഞ്ഞിന്റെ മുകളിലേക്ക് വീണത്. അങ്ങനെ കുഞ്ഞ് ആദ്യത്തെ നിമിഷങ്ങളിൽ തന്നെ കുഞ്ഞിന്റെ ബോധം പരിപൂർണമായി നഷ്ടപ്പെട്ടു. കാരണം തലയ്ക്ക് കാര്യമായി പരിക്കേൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 10 വർഷം മുൻപാണ് ഇവിടെ കോമ്പൗണ്ടിന്റെ അതിര് തിരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചത്. പിന്നീട് ഇത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിറം പൂശി നിലനിർത്തുകയാണ് ഉണ്ടായത്. ഈ വീണ് കിടക്കുന്ന കോൺക്രീറ്റ് തൂണിന്റെ ഏറെക്കുറെ 15-20 സെന്റിമീറ്റർ ഭാഗം മാത്രമാണ് കോൺക്രീറ്റ്, അതായത് സിമന്റും മെറ്റലും ഉപയോഗിച്ച് ഉറപ്പിച്ചിരുന്നത്. അതിൽ തന്നെ 2 വശങ്ങൾ കോൺക്രീറ്റ് ഇളകി നിന്നതാണ്. ചുരുക്കത്തിൽ ഒരു 4 വയസ്സുകാരൻ വട്ടം പിടിച്ച് നിന്ന സമയത്ത് പിഴുതു വീഴണമെങ്കിൽ ഇതിന്റെ ചുവട്ടിലെ ഉറപ്പിന് എത്രത്തോളം ബലമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ചുരുക്കത്തിൽ സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ ഘട്ടത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും.